ഈ ഫിനാലെ എപ്പിസോഡ് റൈറ്റ് സൈഡ് അപ്പ് എന്നുള്ള ഈ ഒരു എപ്പിസോഡും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് 100% എനിക്ക് ഉറപ്പിച്ച് പറയാം, ദിസ് ഈസ് എ ഡാം ഓവർ റേറ്റഡ് സീരീസ് ഇൻ മൈ ഒപ്പീനിയൻ. നല്ല കച്ചറ ഫിനാലെ, എൻ്റെ അഭിപ്രായത്തിൽ നല്ല കച്ചറ ഫിനാലെ. 2 മണിക്കൂറൊക്കെ എന്തിനോ എന്തോ ഒരു 1.25 മണിക്കൂർ ഇരുന്ന് കട്ട് ചെയ്ത് കളയാം. 1.25 മണിക്കൂർ പാസവും കുറേ വട്ടമേശ സമ്മേളനമൊക്കെ ആയിട്ട് നല്ല കച്ചറായിരുന്നെന്നാണ് എൻ്റെ അഭിപ്രായം. ആ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ലാസ്റ്റ് എപ്പിസോഡൊക്കെ മോശം എന്ന് പറഞ്ഞാൽ കുട്ടന്മാരെല്ലാം കൂടി ഇതൊന്ന് കണ്ടിട്ട് പറയണോട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത്. സമ്മതിച്ച് തരരുത് കേട്ടാ. ഇത്രയും ബ്ലൈൻഡ് ഫാൻസ് ഞാൻ വേറെ കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഒന്നാമത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ കംപ്ലീറ്റ് സീരീസ് പ്ലേജറൈസ്ഡ് ആണ് ഫ്രം ഇമ്പോർട്ടൻ്റ് ആൻഡ് പോപ്പുലർ കണ്ടൻസ്. ഇവർ എല്ലാത്തിൽ നിന്ന് അവിടെ നിന്നൊക്കെ ഞോണ്ടി ഉണ്ടാക്കിയോണ്ടേ ഇവർക്കിപ്പോൾ സാധനമില്ല. ഫിനാലെ വന്നപ്പോഴേക്കും സ്വന്തമായിട്ട് കാണിക്കാൻ ഒരു കിണ്ടിയില്ല. കാരണം ഫുൾ സീരീസ് തന്നെ അവിടെ നിന്ന് ഞോണ്ടിയെടുത്തതാണ്. ഫുൾ സീരീസിലെ മേജർ എല്ലാ കാര്യവും, കോസ്റ്റ്യൂംസ് ആയിക്കോട്ടെ, സീൻസ് ആയിക്കോട്ടെ, ഇതിനകത്തുള്ള വില്ലൻ്റെ ആ ഒരു പ്രിമൈസ് ആയിക്കോട്ടെ, എല്ലാ സാധനങ്ങളും സോ കോൾഡ് ട്വിസ്റ്റ് എല്ലാം പല സീരീസ്, സിനിമ, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഞോണ്ടിയെടുത്തോണ്ട് സ്വന്തമായിട്ടൊന്നും ഇല്ല. ഇന്ത്യൻ ഒരു സാധനമില്ല. ഇത്രയും ക്ലീശ് കഞ്ഞിക്കൂറ എൻഡിങ് ഞാൻ ഈ അടുത്ത് ഒരു സീരീസിലും കണ്ടിട്ടില്ല. നല്ല അസല് മലങ്കൾട്ട് ബോളിവുഡ് ലെവല് ക്രിഞ്ച് എൻഡിങ്, നല്ല കച്ചറയെന്നാണ് എൻ്റെ അഭിപ്രായം. ആകെ എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 കാര്യങ്ങളുണ്ട്. അത് പറയുമ്പോൾ തന്നെ എനിക്ക് ഒരു സാധനം പറയാനുണ്ട്. ഇവരെ ഇത്രയും നാളത്തെ വലിയ പ്രോബ്ലം ഒരു മൂട്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു ബഗ്, ഒരു ജയന്റ് ബഗ് അതിനെ കാണിച്ചേക്കണ കണ്ടു കഴിഞ്ഞാണ്ടല്ല, എടേ നിങ്ങൾ മൊണാർക്ക് ലെഗസി ഓഫ് മോൺസ്റ്റേഴ്സ് കണ്ടില്ലെങ്കിൽ പോയി കണ്ടുനോക്ക്. അതിനകത്ത് എങ്ങനെയാണ് മോൺസ്റ്റേഴ്സിനെ കാണിക്കണേ എന്നുള്ള പെസിഫിക് റിം എന്നുള്ള സിനിമ പോയി കണ്ടുനോക്ക്. അതും അല്ലെങ്കിൽ ഗോഡ്സില്ല അല്ലെങ്കിൽ കിങ് കോങ് ഏതെങ്കിലും ആ സീരീസിലുള്ള പടങ്ങളൊക്കെ കണ്ടുനോക്ക്. ഇത് എന്തെങ്കിലും ഒറിജിനൽ ഉണ്ടാ. ആകെ എനിക്ക് തോന്നിയതെന്താ വെച്ച് കഴിഞ്ഞാൽ അതിനെ കാണിച്ചേക്കണ ഗ്രാഫിക്സ് ആ തരക്കേടില്ല, ആ ഒരു വൈബ് ഉണ്ട്. ആ പ്ലാനറ്റ് കാണിക്കണ ആ ഒരു ബ്രേക്കിംഗ് ബാഡ് മഞ്ഞ നിറയുള്ള പ്ലാനറ്റ് കാണിക്കുമ്പോഴല്ല, ശരിക്കും പറയല്ല ഏതോ ബി ഗ്രേഡ് മൂവി ലെവൽ ക്വാളിറ്റിയെ ഫീൽ ചെയ്യണം. ആൾക്കാരൊക്കെ അവിടെ ഓടി കിടക്കണ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചിരി തന്നെയായിരുന്നു. ഒരു 10-20 കൊല്ലം മുന്നേ ഇറക്കിയ വിൻഡീസലിൻ്റെ ഒരു സിനിമയുണ്ട്, പിച്ച് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട്. ആ സിനിമയുടെ പേര് അതല്ലേ, പിച്ച് ബ്ലാക്ക് അങ്ങനെ എന്തുകൊണ്ടാണ്, കറക്റ്റ് പേര് ഞാൻ മറന്നുപോയി. അതൊന്ന് പോയി കണ്ടു നോക്ക്. ഇതിനും നന്നായിട്ട് ഏലിയൻ പ്ലാനറ്റൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് ഒരുമാതിരി ശരിക്കും പറഞ്ഞാൽ ഏതോ നാടകം കാണുന്ന അവസ്ഥയായിരുന്നു ചില സീനൊക്കെ കാണുമ്പോഴേക്കും. ആകെ കൊള്ളാവുന്നൊരു ഗ്രാഫിക്സ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിനകത്ത് കംപ്ലീറ്റ് അപ്സൈഡ് ഡൗൺ വൈൻഡപ്പ് ആയി പോകുന്ന ഒരു സീനുണ്ട്. അത് അടിപൊളിയായിരുന്നു, അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ വില്ലിൻ്റെ കാര്യം, അയ്യോ ഇതിനകത്ത് എല്ലും വില്ലും കൂടി വെക്കനായിട്ട് ഒരു കിണ്ണം കാച്ചി ഒരു സാധനം, ഒരു ഫൈറ്റ് ഉണ്ട്, ഒരു വളരെ ബ്രീഫ് മൊമെൻറ്റിലേക്ക്. അത് കിടുമായിരുന്നു. നല്ലതിന് നമ്മൾ നല്ലതെന്ന് പറയും, അത് സൂപ്പറായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടുണ്ടല്ല, വീണ്ടും ഈ വില്ലിനെ മറ്റേ മാസാക്കും ആസാക്കും ആ അവസ്ഥയാണ്. ഇതിനകത്തും വില്ലിനെ അവസാനം ഇപ്പോൾ ഒരു പൂരക്കരച്ചിലോളി. അയ്യോ വില്ലിന് വയ്യ അവസ്ഥയിൽ പോയി. പിന്നെ എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് മൈക്കിയുടെ ആക്ടിങ്. മൈക്ക് അതിപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ കണ്ടൻ്റ് ആയ ഇറ്റിലും മൈക്ക് തന്നെ ആണ് അഭിനയിച്ചിരിക്കുന്നത്. മൈക്ക് അഭിനയിച്ചിരിക്കുന്ന സെയിം ആക്ടറാണ് അഭിനയിച്ചിരിക്കുന്നത്. അവന് പണിയറിയാം, അവന് അഭിനയിക്കാൻ അറിയാം. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആൾക്ക് കൊടുത്തേക്കുന്ന പോർഷൻസ് ആൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡസ്റ്റിൻ്റെ ക്യാരക്ടർ ചെയ്യുന്ന നടനും ഡസ്റ്റിന് നൈസായിട്ട് തന്നെ ചെയ്തേക്കണം. ബാക്കി എല്ലാവരും, ആ ഈതൻ ഹോക്കിൻ്റെയും ഉമാ തർമൻ്റെയും മകളുണ്ട് മായ ഹോക്ക്, എന്തൊരു ഓവർ ആക്ടിങ് ക്രിഞ്ച് പെർഫോമൻസ് ആണ്. എനിക്ക് ഭയങ്കര ഷോക്കായിട്ടാണ് ഫീൽ ചെയ്തത്, ഭയങ്കര ഷോക്ക്. ഇതിനകത്ത് ഇവരെല്ലാവരും ഒരു ടെറസിൻ്റെ മുകളിൽ ഇരുന്നിട്ട് കസേര ചുറ്റി ഇരുന്നിട്ട് ഒരു കഥ പറച്ചിലുണ്ട്. എനിക്ക് പൊന്നേ, അതൊക്കെ എഡിറ്റർ ഞാനാണ് എഡിറ്റ് ചെയ്തിരുന്നെങ്കിൽ അത് അപ്പം തന്നെ ഞാൻ ഡിലീറ്റ് കളയും ആ ഫുട്ടേജ്. അത്രേ ശോകം വരുന്നതൊക്കെ, ഭയങ്കര ശോകം. ഞാൻ അന്തസ്സായിട്ട് ഞാൻ പറയും, ഞാൻ ഓപ്പണായിട്ട് പറയും, ദിസ് ഈസ് ദ മോസ്റ്റ് ഓവർ റേറ്റഡ് സീരീസ് ഐ ഹാവ് സീൻ. ഞാൻ നിങ്ങളോട് പറയണേ, ഈ സീരീസ് ഇഷ്ടപ്പെടാത്തവരോട് എനിക്ക് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഈ സീരീസ് തൃപ്തികരമായി തോന്നാത്ത ആൾക്കാരോട് ഞാൻ പറയണേ, ഗോ വാച്ച് ഇറ്റ് വെൽക്കം ടു ഡെറി. മോനെ അത് കണ്ടു നോക്ക്. ഒറ്റ സീസണേ വന്നിട്ടുള്ളൂ. ഈവൻ
ആ ഒരു ഒറ്റ സീസണിൻ്റെ ഫിനാലെ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു നോക്ക്. ഒരു സീനുണ്ട് മക്കളെ, വെറുതെ എനിക്കത് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അത് പോയി കണ്ടു നോക്ക്. ഇവർ എവിടെ നിന്നാണ് ഞോണ്ടി എടുത്തേക്കണ ആ കോണ്ടന്റാണ് ഞാൻ നിങ്ങൾ പോയി കാണാൻ പറയണത്. ഇവന്മാർക്ക് ഞോണ്ടി അവസാനം ഫിനാലെ ആയപ്പോഴേക്കും ഞോണ്ടാനൊന്നും ഇല്ല. അതാണ് അവസ്ഥ. എനിക്കിത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അതായത് ഇവന്മാർ ഈ സ്വന്തമായി ഒന്നും ഇല്ലാത്തവന്മാർക്കുണ്ടല്ലോ, എത്രയെന്ന് വെച്ചാൽ ഇവന്മാർ കക്കും. ഇങ്ങനെ കട്ടെടുത്ത് ഓരോന്ന് ഇൻസ്പിറേഷൻ, ഹൊമാജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊരു ഇവരുടെ ഒരു ഫാൻസിനൊരു പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ ഈ ഒരു സീരീസിൻ്റെ ബ്ലൈൻഡ് ഫാൻസിന് നമ്മൾ എന്ത് ചൂണ്ടിക്കാണിച്ചാലും വിത്ത് പ്രൂഫ് കാണിച്ചാൽ ഇല്ല അത് ഹൊമാജാ, അത് ഇൻസ്പിറേഷനാ. ഇവിടെ എന്തെങ്കിലും വേണ്ടേ, ഒന്നും രണ്ടൊക്കെ ആണെങ്കിൽ കൊള്ളാം. കോസ്റ്റ്യൂം പറഞ്ഞു കഴിഞ്ഞാൽ ഗോസ് ബസ്റ്റേഴ്സിനെ പോലെ കോസ്റ്റ്യൂം അതിനകത്ത് ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ ഇറ്റിലെ പോലെ കോസ്റ്റ്യൂം ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഉടനെ ഹൊമാജ്. ബാക്ക് ടു ദ ഫ്യൂച്ചറിൻ്റെ പോലെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് ഹൊമാജ്, ഇൻസ്പിറേഷൻ. ഈ രണ്ട് വാക്കും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തെങ്കിലും ഒറിജിനൽ വേണ്ടേ, എന്തെങ്കിലും ഒരു സാധനം ഒറിജിനൽ വേണ്ടേ? ആകെയുള്ളത് മറ്റേ ഉള്ളിവട ലുക്ക്, എന്താ പറയുക, മറ്റേ ഒണിയൻ ബജി ലുക്കുള്ള ഒരു വില്ലൻ. ഇത്രയും ഒരു തോൽവി വില്ലൻ, ഇത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആൻഡ് പോപ്പുലർ ആയിട്ടുള്ള ഒരു സീരീസ് ഇത്രയും തോൽവി വില്ലൻ ഞാൻ വേറെ കണ്ടിട്ടുണ്ടാവില്ല. വെക്കനാന്ന് എൻ്റെ അപ്പനെ എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഈ സീരീസ് എങ്ങനെ ഇത്ര പോപ്പുലർ ആയി എന്നുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് കണ്ട് ഇഷ്ടപ്പെട്ടവരോട് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, വെൽ ആൻഡ് ഗുഡ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൊള്ളാം. പക്ഷേ ഐ ഹാവ് സീൻ ബെറ്റർ. ഞാൻ ഇതിനേക്കാളും ഭയങ്കര കിടലായിട്ട് കുറേ സീരീസും സിനിമകളും കണ്ടിരിക്കണതുകൊണ്ട്, ഞാൻ ഒരുപാട് സിനിമയും സീരീസും കണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് തന്നെ എനിക്കിത് എവിടെ നിന്നാണ് ഞോണ്ടിയെടുത്തത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വലിയ പണിയൊന്നും എടുത്തത്. ഇറ്റ് വാസ് നോട്ട് എ ഹിമാലയൻ ടാസ്ക്. ഭയങ്കര എളുപ്പമായിരുന്നു. നിങ്ങളുടെ സോ കോൾഡ് ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഇവരുടെ സോ കോൾഡ് എന്താ പറയണത്, ഹൊമാജ് അല്ല, ഇൻസ്പിറേഷൻ അല്ല എന്ന് തിരിച്ചറിയാൻ എനിക്ക് പറ്റി. എന്നെ പോലെ കുറച്ചെങ്കിലും ആൾക്കാർ ബോധത്തോടെ ഉള്ളവരുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു. കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് പേര് വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ പറയാം. ഈ സിനിമ ഈ ഒരു സീരീസിൻ്റെ സിനിമ എന്ന് പറയാൻ കാരണം 2 മണിക്കൂർ ഉണ്ടായിരുന്നല്ലേ ഈ അതാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഒരു 3/4 മണിക്കൂറിനുള്ളതേ ഉള്ളൂ. ബാക്കി ഫുള്ള് ഇതിനകത്ത് ഈ ആനിമലാണ് ഫില്ലേഴ്സ് എന്ന് പറയും. ആനിമയിൽ അറ്റ്ലീസ്റ്റ് ഫില്ലേഴ്സ് വരുമ്പോൾ ചില ഫില്ലേഴ്സ് കാണാൻ തന്നെ രസം ഉണ്ടാവും, ഇമോഷണൽ കണക്ട് കിട്ടും. ഇതിനകത്ത് 0 ഇമോഷണൽ കണക്ട് എന്ന് പറഞ്ഞ ഒരു അവസ്ഥയായിരുന്നു എന്നെ സംബന്ധിച്ചിട്ടാ. എന്തായാലും ഈ ഒരു ഫുൾ സീരീസ് സത്യസന്ധമായിട്ട് പറയാലോ, എനിക്ക് ഇഷ്ടപ്പെട്ടേക്കണത് 3 ക്യാരക്ടേഴ്സാണ്. ഒന്ന് തീർച്ചയായിട്ടും ഡസ്റ്റിനാണ്. ഡസ്റ്റിനെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ആബ്സല്യൂട്ട് ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും എഡി മൻസനാണ്. അത് നിങ്ങൾ ഈ സീരീസ് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനുള്ള. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടേക്കുന്ന ക്യാരക്ടർ എഡി മൻസനാണ്. അതുപോലെ മൈക്കിൻ്റെ പ്ലാനിങ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ മൈക്ക് എന്നുള്ള ക്യാരക്ടറിനെ അവതരിപ്പിച്ചേക്കുന്നത് ഒരു പണി അറിയാവുന്ന നടനായതുകൊണ്ട് തന്നെ ആൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ വീണ്ടും പോയിന്റ് ഔട്ട് ചെയ്യണേ, ഇന്ന് പോയി ഇറ്റ് എന്നുള്ള സിനിമ ഉണ്ട് നോക്ക്. 1 അവൻ എങ്ങനെ അഭിനയിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. ഇതൊരു മാതിരി മറ്റേ എന്തായാലും പറഞ്ഞാൽ PG-13 144p വെർഷൻ ഓഫ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു സാധനം. ഇറ്റിൻ്റെ 7 കെട്ടാൻ കൊള്ളില്ല എന്നുള്ള രീതിയിൽ തോന്നിപ്പോകുന്ന ഒരു സാധനം. ഞാനത് ഇറ്റായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് കമ്പയർ ചെയ്യണം. നിങ്ങൾ പോയി കണ്ടു നോക്ക്. ഇതൊക്കെ കൂടാതെ ഞാൻ കാണാത്തൊരു സീരീസ് ഉണ്ട്, ഗൂണീസ് എന്ന് പറഞ്ഞാൽ. ഒരുപാട് ആൾക്കാർ അതിനെ വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ സീരീസ് എടുത്തിട്ട് ഒരു സൈഡിൽ എഴുതി വെച്ചിട്ട് ഇപ്പുറത്ത് ഇത് എവിടെ നിന്നൊക്കെ ഇൻസ്പയർ ആയെന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ഒരു തീരാ ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. അവസാനം നിങ്ങൾ ഇത് കണ്ടുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ അപ്പോൾ ഇതിലെന്താണ് ഒറിജിനൽ ഉള്ളതെന്ന് ചോദിച്ചു പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഞാൻ കടന്നു പോകുന്നത്. എനിക്കിത് കാണുമ്പോൾ ഇതെന്താണ് എന്തെങ്കിലും ഇതിന് ന്യായീകരിക്കാൻ കുറേ ഫാൻസ് ഉണ്ട്, ബ്ലൈൻഡ് ഫാൻസ്. അവന്മാർ വന്നിട്ട് പറയും ഈ കാലഘട്ടത്ത് എന്താണ് ഒറിജിനൽ ഉള്ളത്. നീയൊന്നും കണ്ടിട്ടില്ല ഒറിജിനൽ, അതാണ് കുഴപ്പം. നീ ഒന്നും ഇതുവരെ ഒറിജിനൽ കോണ്ടന്റ് കണ്ടിട്ടില്ല. ബ്ലാക്ക് മിറർ എന്ന് പറഞ്ഞ സീരീസ് കണ്ടിട്ടുണ്ടോ? പോയി കണ്ടുപോക്ക്. അങ്ങനെ എന്തോരം ഒറിജിനൽ കണ്ടന്റ് സീരീസ് ഉണ്ടെന്ന് അറിയാമോ? കണ്ടുപോക്ക് നീയൊക്കെ പോയിട്ട്. ഇഷ്ടം പോലെ സിനിമകളും ഇഷ്ടം പോലെ സീരീസും ഒറിജിനൽ കണ്ടന്റ്. ഇത് മറ്റേ സീനാ, ഞാൻ ദുബായ് കണ്ടിട്ടില്ല അതുകൊണ്ട് ദുബായ് ഇല്ല. ഈ രീതിയിലാണ് ഈ സീരീസിൻ്റെ കുറേ ബ്ലൈൻഡ് ഞാൻ മണ്ടനോളീസ് എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന ഫാൻസുകളെ ഞാൻ പറയുന്നത്. കാരണം ഇവന്മാരുടെ രീതി അത്. അവന്മാർ ദുബായ് കണ്ടിട്ടില്ല അതുകൊണ്ട് ദുബായ് ഇല്ല, ആ സീനാണ്. അവന്മാർക്ക് ഇവന്മാർ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയാണ്. അതുകൊണ്ട് ആ തവളക്ക് തോന്നുന്നത് ഈ കിണറിൻ്റെ ഒപ്പം വേറെ ലോകമില്ല എന്നുള്ളതാണ്. ഈ കിണറെ അടിച്ചു മാറ്റി ഈ പടത്തെ ഡിസൈനാണെന്നുള്ള ഇവർക്ക് മനസ്സിലാവുന്നില്ല. അതാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയ അവസ്ഥ. പക്ഷേ മ്യൂസിക് അതെടുത്ത് പറഞ്ഞുള്ളൂ, കിടില മ്യൂസിക്. ഇതിനകത്തൊരു പർട്ടിക്കുലർ ഒരു സീനുണ്ട്. ആ സീനിൻ്റെ ടൈമിൽ കൊടുത്തിരിക്കുന്നത് ആക്ച്വലി ആപ്റ്റ് മ്യൂസിക് ആണെന്ന് വെച്ചാൽ അങ്ങനെ തോന്നിയില്ല. ഒരു വലിയ ആദിവാസി സ്റ്റൈൽ മ്യൂസിക് ആയിരുന്നു. പക്ഷെ കേൾക്കാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. അതുപോലെ ഇങ്ങനത്തെ ഹോപ്പറൊന്നും വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് എനിക്ക് തോന്നി. ഡേവിഡ് ഹാർബർ കിടിലൻ നടനാണ്, പക്ഷേ വലിയ കാര്യമായിട്ട് ചെയ്യാനില്ലാത്ത പോലത്തെ ഒരു എപ്പിസോഡായിട്ടാണ് എനിക്ക് ഫീൽ ആയത്.
അങ്ങനെ കുറേ ഞാൻ സത്യം പറഞ്ഞാൽ ഇത് പറ്റി പറയണമെങ്കിൽ ഒരു കുന്നുണ്ട്, ഞാൻ ഇഷ്ടംപോലെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അത്രയൊക്കെ പറഞ്ഞ് ഞാൻ ഇത് കാണാൻ പോകുന്ന ആൾക്കാരെ കാണാതിരിപ്പിക്കേണ്ട എന്നുള്ള മൈൻഡിലാണ് ഞാനൊന്നും പറയാത്തത്. എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കാണാതിരിക്കുക, അല്ലെങ്കിൽ ഈ സാധനം എന്താ ആരും കാണരുത്, അതൊന്നുമല്ല. കുറേ മണ്ടനോളികളുണ്ട്. ഇവന്മാരുടെ വിചാരം എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടാൽ പോലും അതിൻ്റെ അർത്ഥം ആരും കാണാൻ പാടില്ല എന്നുള്ള. ഇങ്ങനത്തെ പൊട്ടന്മാരോട് ഞാൻ എന്ത് പറയാനാണ്? എനിക്കൊരു സാധനം ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങളോട് പോയി കാണരുതെന്നൊന്നും ഞാൻ പറയാനുള്ള. ഞാൻ നിങ്ങളോട് കാണാൻ പറയുന്നുണ്ട്. എന്ത് ഇത് അടിച്ചു മാറ്റിയെന്ന് എനിക്ക് തോന്നിയിരിക്കുന്ന കോണ്ടന്റാണ് നിങ്ങളോട് പോയി കാണാൻ പറയണം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറയുന്ന കാര്യം കറക്റ്റ് ആണെന്നുള്ളത്. അതുപോലെ തന്നെ മൈൻഡ് ഫ്ലെയറിനെ കാണിച്ചിരിക്കുന്നത് വേണ്ട, അത് പറയാൻ പോകണ്ട, അത് സ്പോയിലർ. ആകെ എന്തെങ്കിലും ഉള്ളത് അതാണ്, അത് ഞാൻ ഇനി പറഞ്ഞ് കൊളാക്കുന്നില്ല. പിന്നെ പ്ലാനറ്റ് VFX ശോകം, അത് എനിക്ക് കണ്ടപ്പോൾ എന്നിട്ട് ഇവർ ലാസ്റ്റ് ഇതിൻ്റെ അവസാനം ഒരു എപ്പിസോഡിൻ്റെ അവസാനം കാണിക്കുന്നുണ്ട് സ്ട്രേഞ്ചർ തിങ്സ് എന്താണ് റോൾ പ്ലേ ഗെയിം. ഗെയിമിൽ ഇതിനേക്കാൾ നല്ല ഗ്രാഫിക്സ് ഉണ്ട്. വെറുതെ ഗെയിമിനെ ഒന്നും അപമാനിക്കല്ലേ ഈ സമയത്തുള്ള, അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ മൈക്കിൻ്റെ നറേഷൻ, ഈ ഫുൾ സീരീസ് നോക്കുമ്പോൾ മൈക്കിൻ്റെ ആ ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസ് നോട് കമ്പയർ ചെയ്തുകൊണ്ടുള്ള ആ സ്റ്റൈൽ ഓഫ് നറേഷൻ അതെനിക്കിഷ്ടമാണ്. അത് നൈസായിരുന്നു. ഒരു ഹാർഡ് കോർ ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസ് ഹോമാജ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു സീരീസ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഗുണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസ് എന്ന് പറഞ്ഞ ഗെയിം ഒരുപാട് പോപ്പുലർ ആയിരുന്നു. അത് ഓൾറെഡി കട്ട പോപ്പുലറാണ്. ആ ഒരു പോപ്പുലാരിറ്റിയും കൂടി ഇവരെടുത്ത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഡയറക്ടേഴ്സ് എനിക്ക് തോന്നുന്നു ഭയങ്കര ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസ് ഫാൻസ് ആണെന്നാണ്. ഞാൻ ഇവരുടെ ട്രിവ്യൂ ഒന്നും നോക്കാറില്ല. ഇതിൻ്റെ അകത്തേക്ക് ഇവരുടെ എന്താണ് മറ്റേ ബ്ലൈൻഡ് ഫാൻസ് അല്ലെങ്കിൽ ഹാർട്ട് ഫാൻസ് നോക്കുന്ന പോലെ ഡഫർ ബ്രദേഴ്സ് ആരാണ്, അവൻ്റെ കുഞ്ഞമ്മയുടെ മോൻ്റെ പേരെന്താണ്, അല്ലെങ്കിൽ ഇതൊന്നും ഞാൻ നോക്കാറില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട സീരീസിൻ്റെ കാര്യങ്ങളിലൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഈ സീരീസ് എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ അതൊന്നും തിരഞ്ഞു പോകാറുമില്ല. അതുകൊണ്ട് അവർ ഫാനാണോ ഇല്ലയോ, അവർ രാവിലെ എന്താ തിന്നണമെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. എന്തായാലും പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു വട്ടമേശ സമ്മേളന സാധനമുണ്ട്. അതായത് ഇവരുടെ പറയണോ കുഴപ്പമില്ല. അതായത് ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസിൻ്റെ കഥ പറയുന്ന രീതിയിൽ നമ്മുടെ 5 ക്യാരക്ടേഴ്സ് ആരാണെന്ന് ഞാൻ പറയാനുള്ള. അപ്പോൾ അതൊരു സ്പോയിലറായി പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇനിയിപ്പോൾ ആരൊക്കെ സർവൈവ് ചെയ്തു അല്ലെങ്കിൽ ആരെങ്കിലും സർവൈവ് ചെയ്തില്ല എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. എന്തായാലും 5 ക്യാരക്ടേഴ്സ് ചുറ്റും കൂടി ഇരുന്നിട്ട് അതിനകത്ത് മൈക്ക് ഒരു കഥ പറയുന്നുണ്ട്. ആ കഥ പറച്ചിൽ നല്ലതാണ്, പക്ഷേ ആ സാധനം കട്ട ക്ലീശയായി പോയി. ഒരു ബോളിവുഡ് ലെവൽ ഐറ്റമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും എനിക്ക് ഈ സീരീസ് ഇഷ്ടപ്പെട്ടില്ലടേ. അവിടെ ഇവിടെയൊക്കെ 1-2 മൊമെൻറ്റ്സ് ഉണ്ടെന്നല്ലാതെ ഐ റിപ്പീറ്റ്, ഇൻ മൈ ഒപ്പീനിയൻ ദിസ് ഇസ് എ ഹാർഡ് കോർ പ്ലേജറൈസ്ഡ് കണ്ടന്റ് ദാറ്റ് ലീച്ചസ് ഫ്രം ഡിഫറെൻറ്റ് പോപ്പുലർ സീരീസ് ആൻഡ് മൂവീസ്. ഞാൻ കാണുന്നത് ഇതിനകത്തുള്ള മറ്റേ വെക്നയെ പോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഡയറക്ടേഴ്സിനെ തന്നെയാണ് വെക്നയായിട്ട് അവർ കാണിച്ചതുകൊണ്ട്. മറ്റേ ഇങ്ങനെ പിള്ളേരുടെ മുഖത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വലിച്ച് എല്ലാം എടുക്കും, അല്ലെങ്കിൽ അവരുടെ അണ്ണാക്കിലേക്ക് തിരികും എന്ന് പറഞ്ഞ പോലെ ഇവരെ എല്ലാം അടിച്ചു പറ്റി. ആ ഒരു കോൺസെപ്റ്റ് തന്നെ അടിച്ചു പറ്റി. ഏലിയൻസ് സിനിമ കണ്ടിട്ടുണ്ടോ? പോയി കണ്ടോക്ക്. ഇങ്ങനെ എന്തെങ്കിലും ഒറിജിനൽ വേണ്ടേ? ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു ഈ ഉളുപ്പില്ലാത്തവന്മാർ എന്നാൽ ഈ ഫിനാലയിലെങ്കിൽ എന്തെങ്കിലും വെറൈറ്റി എന്തെങ്കിലും ചെയ്യുന്നതാണ്. ഏവാടാ മറ്റേ എന്താ ഇനി പറയണത്, ഈ ഫ്രണ്ട്സ് പോലെയുള്ള സീരീസില്ലേ ഒരുമാതിരി മറ്റേ എന്താ പറയുക, മറ്റേ ആൾക്കാരോട് ചിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പറയുന്നത് ചിരിക്കുന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അങ്ങനെ സാധനങ്ങൾ കണ്ടെടുത്ത് കേട്ടോ. അതായത് ഇമോഷൻ അവർ കൺവേ ചെയ്യണേ മുന്നേ, അല്ലെങ്കിൽ നമുക്ക് കൺവേ ആവുന്നതിന് മുന്നേ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഫേക്ക് ആയിട്ടുള്ള ഇമോഷൻസ് കൺവേ ചെയ്യാൻ വേണ്ടി ചിരിക്കും കരയും ആ സാധനം പോലെയാണ് ഇത് എനിക്ക് തോന്നിയത്. കണ്ടപ്പോഴേക്കും എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇവരെന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, ഭയങ്കര ഇമോഷണലായിട്ട് കാണിക്കുന്നുണ്ട്. ഞാൻ ഈ ഇരിപ്പാണ്. എന്നാൽ ശരി, അടുത്തെന്താ, മൂവ് ഓൺ, തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കടാ. ആ സീനിലാണ് ഞാൻ ഇരിക്കണത് കണ്ടപ്പോൾ. കാരണം ഭയങ്കര അൺഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ പറയില്ലേ 2 മണിക്കൂർ എപ്പിസോഡ് എന്ത് കാര്യത്തിന് 45 മിനിറ്റ് തീർക്കാനുള്ള സാധനമുള്ളൂ. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും ബ്ലൈൻഡ് ഫാൻസിനോടൊന്നും എനിക്ക് വേറെ ഒന്നും പറയാനില്ല. എന്തായാലും ദിസ് ഈസ് അൺഡൗട്ടഡ്ലി ഇൻ മൈ ഒപ്പീനിയൻ ദ ബിഗ്ഗസ്റ്റ് എവർ ഓവർ റേറ്റഡ് സീരീസ് ഐ ഹാവ് സീൻ. അത് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഹാവ് സീൻ ബെറ്റർ, ഐ ഹാവ് സീൻ ഗ്രേറ്റ് സീരീസ്. അത്ര കിടിലാണ്. എന്തിന് കുറേ അമ്മമാരുണ്ട് മറ്റേ ആനിമേനെ കാർട്ടൂണായിട്ട് വന്ന് കമ്പയർ ചെയ്യുന്ന കുറേ മൊണ്ണേഷുകൾ. എന്താണ് ആനിമേന്ന് പോലും അറിയാതെ വെറുതെ കാർട്ടൂന്നും പറഞ്ഞ് ഞാൻ വിവരമില്ലായ്മയ്ക്ക് മരുന്നൊന്നുമില്ല. അതുകൊണ്ട് നീയൊക്കെ പോയി ആനിമേ കാണും. നീയൊക്കെ ഉണ്ടല്ലോ മറ്റേ വില്ല് കരയണമെന്നൊന്നുമില്ല, അതിൻ്റെ അപ്പുറം നീയൊക്കെ ഇരുന്ന് മോങ്ങും ചില ആനിമേ കണ്ടു കഴിഞ്ഞാൽ. അതെന്താ, അത് ഇമോഷണൽ ആയതുകൊണ്ടാണ്. അജാതി ഇമോഷൻസ് കൺവേ ചെയ്യുന്ന ഒരു കിടിലൻ ഒരു സംഭവമാണ് ആനിമേ. അതൊക്കെ പറഞ്ഞു തരണമെങ്കിൽ എനിക്ക് പറഞ്ഞു തന്നാലും പോലും എന്താണ് മനസ്സിലാക്കാൻ പറ്റാനുള്ള വിവരം ചിലവന്മാർക്ക് ഇല്ല. മൊണ്ണേശുകൾ കാർട്ടൂണാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് എന്നെ സംബന്ധിച്ച് അസൽ കാർട്ടൂൺ. ഇതാണ് അസൽ കാർട്ടൂൺ. ഏത്
മറ്റേ സീരിയസ് ആയിട്ടുള്ള സാധനം കാണിക്കുമ്പോൾ നമ്മളിരുന്ന് ചിരിക്കും. ഇതിനാണ് ഞാൻ കാർട്ടൂൺ വിളിക്കാൻ പോകുന്നത്. കാർട്ടൂൺ നെറ്റ്വർക്കിലെ കാർട്ടൂൺ ഇതിനേക്കാൾ നല്ല പ്ലോട്ട് ട്വിസ്റ്റും കുറേ നല്ല നല്ല മൊമെൻറ്റ്സും ഉണ്ടായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ. ഞാൻ ഒരു 90s കിഡ്സാണ്. ഇതിനകത്ത് ക്ലാസ് ഓഫ് 89 എന്ന് പറയുകയാണ് ഇവരെ കാണിക്കുന്നത്. ഞാൻ 89 ബോൺ ആയിട്ടുള്ള ആളാണ്. എന്നിട്ട് ഞാൻ പറയുന്നത് എടാ ഇതിനേക്കാൾ നല്ല സാധനങ്ങൾ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ഓഡിയൻസിന്, ഇപ്പോഴത്തെ പിള്ളേർ ഇതൊക്കെ കണ്ടിട്ട് അടിപൊളിയാണെന്ന് പറയുന്ന ഒരവസ്ഥ, ഞാനതാണ് വിചാരിക്കുന്നത്. എടി നിങ്ങളൊന്നും വേറെ കണ്ടിട്ടില്ല, അത് തന്നെ കാര്യം. ഞാൻ വേണമെങ്കിൽ നല്ലൊരു ലിസ്റ്റ് ഓഫ് കുറച്ച് സീരീസ് അടിയിൽ കൊടുക്കാം, അതൊക്കെ പോയി കണ്ടു നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്നൊക്കെ. ശരി, ഇത് ഇഷ്ടപ്പെടുന്നവരോട് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഞാൻ പറയണത് ഐ ജസ്റ്റ് വോണ്ട് ടു ലെറ്റ് യു നോ ദെയർ ആർ ബെറ്റർ വൺസ്. അതൊന്ന് അറിഞ്ഞിരുന്നത് നല്ലതാണ്. അല്ലാതെ ദുബായ് കാണാത്തതുകൊണ്ട് ദുബായ് ഇല്ലയെന്ന് വിശ്വസിച്ച് നടക്കരുത് എന്നുള്ള ഒരു അഭിപ്രായം ഞാൻ അവിടെ പറയുന്നു. ശരി, ഇഫ് സേയിങ് ദ ട്രൂത്ത്, ഇഫ് സ്പീക്കിംഗ് മൈ മൈൻഡ് മേക്സ് മീ എ ഹേറ്റർ, കൺസിഡർ മീ ദ ബിഗ് ഡാഡി ഓഫ് ഇറ്റ്. അപ്പോൾ ശരി, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ടാറ്റ.